ഫാക്റ്റുകളെയും ഫിഗേഴ്സിനെയുമാണ് എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. അൺഓർഗനൈസ്ഡ് ഫാക്ട്സ് ഓർ റോ മെറ്റീരിയൽ ഫോർ മേക്കിംഗ് ഇൻഫർമേഷൻ. നമ്മളൊരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനൊക്കെ ആണെങ്കിൽ അവിടെ റോ മെറ്റീരിയൽ ഉണ്ടാകും, അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് അല്ലേ. എന്നതുപോലെ നമുക്കറിയാം കമ്പ്യൂട്ടർ ഈസ് എ ഡാറ്റ പ്രോസസ്സിംഗ് മെഷീൻ. കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിന് ആവശ്യമായ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റുകളെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. നമ്പറുകളാവാം, ക്യാരക്ടേഴ്സ് ഓർ സം സ്പെഷ്യൽ സിംബൽസ്, ഇതൊക്കെ ഡാറ്റ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരും. ദെൻ വാട്ട് ഈസ് ഇൻഫർമേഷൻ? ഇങ്ങനെയുള്ള ഡാറ്റാസിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനൊന്ന് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ എന്തായി മാറി, ഇൻഫർമേഷനായി മാറി. So we can say processed data is called information, and what the user get from the information, this knowledge. The user gets knowledge from information. Data, after processing it becomes information, and from the information user gets the knowledge. In other words, we can say data are a set of unarranged, unrelated and unordered raw facts that have confusions in its meaning. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, പേര്, ഏകജാലകത്തിന് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലെങ്കിൽ പേര്, നിങ്ങൾ പഠിച്ച സ്കൂള്, അങ്ങനെ ഓരോ സ്റ്റുഡൻറ്റിനും വ്യത്യസ്തമായ രജിസ്റ്റർ നമ്പർ, വ്യത്യസ്തമായ പേരുകൾ, പഠിച്ച സ്കൂൾ ഡിഫറെൻറ്റ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് അല്ലാത്ത ഡാറ്റാസ് ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡാറ്റാസൊക്കെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇന്ന ഒരാൾക്ക് ഏത് സ്കൂളിലാണ് കിട്ടുക എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ആ ഇൻഫർമേഷൻ എപ്പോഴാണ് വരുന്നത്, നോളജ്, ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷൻ വരുന്നത് ഇങ്ങനെ കിട്ടുന്ന എല്ലാ ഡാറ്റാസിനെയും പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അതിൽ നിന്നൊരു റാങ്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്താണ് ഓരോ കുട്ടിക്കും എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള കൃത്യമായിട്ടുള്ള നോളജ് കിട്ടുന്നത്. സോ പല സ്ഥലത്ത് കിടക്കുന്ന ഡാറ്റാസിനെ ഓർഗനൈസ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് അതൊരു ഇൻഫർമേഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൽ നിന്ന് നമുക്കൊരു നോളജ് കിട്ടുകയുള്ളൂ. സോ വി ക്യാൻ സേ ഇൻഫർമേഷൻ ഈസ് എ സെറ്റ് ഓഫ് ഓർഗനൈസ്ഡ്, വാലിഡേറ്റഡ്, കറക്റ്റഡ് ആൻഡ് കളക്റ്റഡ് ഡാറ്റ ദാറ്റ് ആർ മീനിങ്ഫുൾ. യൂസബിൾ ആവുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതിൽ നിന്ന് ഇൻഫർമേഷൻ, നോളജ് അക്വയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതിനെയാണ് എന്ത് പറയുക, ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. Here an example, Kumar, 65, Kerala. These are all data. നമുക്കറിയില്ല എന്താണ് ഈ കുമാർ, ആരാണ് ഈ കുമാർ. ഈ വാട്ട് ഈസ് 65, അത് അയാളുടെ വയസ്സാണോ, അതല്ല അയാൾക്ക് കിട്ടിയ മാർക്കാണോ. കേരള, ഇത് ഓരോന്ന് എന്താണ് എന്നുള്ളത്, കേരള എന്നുള്ളത് നമുക്ക് നേരത്തെ ഉള്ളൊരു വിവരം, ഇൻഫർമേഷൻ കൊണ്ട് അത് കേരള ഒരു സ്റ്റേറ്റിൻ്റെ പേരാണെന്നുള്ളൊരു വിവരം നമുക്കുണ്ട്. ഈ കുമാറിനെ സംബന്ധിച്ചിടത്തോളം കേരള എന്ന് പറയുന്നത് എന്താണ്, അയാൾ കേരളക്കാരനാണോ, അതല്ല അയാൾ പഠിക്കുന്ന സ്റ്റേറ്റ് കേരള. ഇങ്ങനെ ഒരു ആംബിഗ്വിറ്റി, ഒരു കൺഫ്യൂഷനുള്ള റോ ഫാക്ട്സിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. But suppose if the same data is arranged as given below,
and then it would be information. I say Kumar, aged 16, is staying in Kerala. മേലെയുള്ള ഡാറ്റാസിനെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി നേരത്തെ ഈ 65 എന്താണെന്ന് നമുക്കറിയില്ല. സോ 65 എന്നുള്ളത് അയാളുടെ ഏജാണ് എന്ന് മനസ്സിലായി. കേരള എന്ന് പറയുന്നത് അയാൾ റിസൈഡ് ചെയ്യുന്ന, സ്റ്റേ ചെയ്യുന്ന സ്റ്റേറ്റാണ് എന്ന് മനസ്സിലായി. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഡാറ്റയിൽ നിന്ന് കുറച്ചും കൂടി ഇൻഫർമേഷൻസ്, കുറച്ചും കൂടി വിവരങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടി? അതിനെ ഒന്ന് ജസ്റ്റ് ഓർഗനൈസ് ചെയ്തപ്പോൾ കിട്ടി. ഇതിങ്ങനൊരു സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതണമെന്നില്ല. ഇതിപ്പോൾ ഒരു ഡാറ്റ, ഒരു സിമ്പിളായിട്ടുള്ള ഒരാളെ കുറിച്ചുള്ള ഡാറ്റ ആകുമ്പോഴാണ് ഈ രീതിയിൽ നമ്മൾ എഴുതുന്നത്. ഒരുപാട് ആളുകളുടെ ഡാറ്റ ആകുമ്പോൾ നമ്മളിതൊരു ടാബുലാർ ഫോമിൽ അറേഞ്ച് ചെയ്യും. നെയിം, ഏജ്, മാർക്ക് എന്നൊക്കെ പറഞ്ഞ് അതിനൊരു ടാബുലാർ ഫോമിൽ അറേഞ്ച് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞൊരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ക്ലിയർ? ഇനി we come to data processing. Data processing എന്താണ്? It is